വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഇന്ന് ഈദാണല്ലോ. ഇന്നലെ രാത്രി മുഴുവനുള്ള കഷ്ടപ്പാടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ കുറച്ച് ട്രാൻസിഷനുള്ള വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാപ്പ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. മാക്സിമം എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഐ ആം ഗോയിങ് ടു ഗെറ്റ് റെഡി നൗ. എല്ലാ ഇതിനും യൂഷ്വലി ഞാൻ വെസ്റ്റേൺ ഡ്രസ്സൊക്കെയാണ് ട്രൈ ചെയ്യാറ്. ബട്ട് ഈ ഇതിന് കുറച്ച് സ്പെഷ്യലായിട്ട് ട്രഡീഷണൽ ലുക്ക് പിടിക്കാമെന്ന് കരുതി. റെഡി ആവുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം ഞാൻ വീണ്ടും റെഡി ആവാനായിട്ട് വന്നു. റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇതിനും ഉള്ളതാണ് വാപ്പാരോടെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക, വാപ്പാരെ വീട്ടിൽ പോവുക. ഇപ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ കറങ്ങാനായിട്ടും വാപ്പാരെ വീട്ടിൽ പോകാനായിട്ടൊക്കെ പോവാണ്. അങ്ങനെ വാപ്പാരെ വീടെത്തി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്നും കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചത് കൊണ്ട് വീണ്ടും കഴിക്കുക ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ബട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കഴിച്ചു. ഔട്ട്സൈഡ് വൈബ്സ് ഒക്കെ ഒത്തിരി കാമാണ്. എല്ലാ ഇതിനും ഇതുവഴി ഐസ്ക്രീം കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഉപ്പ പോയി ഐസ്ക്രീമും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ചു. അതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. ബട്ടർ സ്കോച്ച് എനിക്കിഷ്ടമാണ്, പക്ഷെ അതിലുള്ള ചോക്ലേറ്റ് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഐസ്ക്രീം കുടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ നമ്മൾ പോയത് മാമിയുടെ വീട്ടിലേക്കാണ്. എവിടെ പോയാലും റീൽസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതെല്ലാം മസ്റ്റാണല്ലോ. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ പാത്തുവിനെ റെഡിയാക്കുകയാണ്. കുഞ്ഞിപ്പാത്തു ഓൾറെഡി റെഡിയായി നിൽപ്പുണ്ട്. ചനയിത്താന്നൊന്നുകൂടെ വിളിച്ചോ, ചനയിത്താന്നൊന്നുകൂടെ വിളിച്ചോ, ചനയിത്താന്നൊന്നുകൂടെ വിളിച്ചോന്ന് ഒന്നൂടെ. പിന്നെ എവിടെ പോണം? ഓർമ്മ തന്നെ ഒന്നൂടെ ഒന്നൂടെ അപ്പൊ ഞാന് ഒന്നൂടെ 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 തരണം, ഒന്നൂടെ തരണം, ഒന്നൂടെ തരണം. അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് പോയാണോ? ഇനി റീൽസ് എടുക്കാന്നുള്ളൊരു പ്ലേസ് നോക്കി പോവാണ്. ഏത് റീൽ എടുക്കണം, വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനും ഇല്ല. ജസ്റ്റ് ആ പ്ലേസിലേക്ക് പോയി യൂട്യൂബിൽ അപ്പൊ സെർച്ച് ചെയ്ത് വന്ന ഡാൻസ് ഏതൊക്കെയാണോ അതൊക്കെ എടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് പാത്തൂനെയും കൊണ്ട് ഞങ്ങള് വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്സ് ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം തലേ ദിവസം ഫോൺ നോക്കി മെഹന്തിയൊക്കെ ഇട്ടതിന് ശേഷം ഫോണിൽ ചാർജ് ഒട്ടുമില്ലായിരുന്നു. ഇറ്റ്സ് ടൈം ടു ഈറ്റ് ബിരിയാണി. എപ്പോഴൊക്കെ ബിരിയാണി കഴിച്ചാലും ഈദിൻ്റെ അന്ന് ബിരിയാണി കഴിക്കുന്നത് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. വൈകിട്ടൊക്കെ ആയപ്പോൾ പാത്തു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എവിടെ കറങ്ങാം എന്ന് നോക്കിയിരിക്കുകയാണ് ദിയ. അതുകൊണ്ട് പാത്തുവിനെ കൊണ്ടാക്കാൻ ദിയായി കൂടെ പോയി. പാത്തുവിനെ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇനി ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാണ്.
ദിയായും എൻ്റെ കസിനും കൂടി സ്കൂട്ടറിലാണ് പോയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ പള്ളി. അങ്ങനെ ഉമ്മയുടെ വീടെത്തി. അവിടെ പോയപ്പോൾ മൂത്ത വല്യമ്മയും കസിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഈ ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ പെർഫെക്റ്റ് ലൈറ്റ്, പെർഫെക്റ്റ് സ്കൈ. അത് മാത്രമല്ല ഈദ് ഡേയ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യണമല്ലോ, ബിക്കോസ് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. അകത്തെല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊന്നും ഇവിടെ തീർന്നിട്ടില്ല. എപ്പോൾ കഴിയുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്തു കഴിയുമ്പോഴും ഓരോരുത്തരും ഓരോ ഐഡിയാസ് ആയിട്ട് വീണ്ടും വരും. പിന്നെ അതൊക്കെ എടുക്കാതെ ഞങ്ങളെങ്ങനെയാണ് നിർത്തുന്നത്? അതിൻ്റെ ഇടയിലും ചായ കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. ദേ വരുന്നു ചായയും കൊണ്ട്. ഈദ് ഓൾവേസ് ലീവ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ ഹാർട്ട്, റൈറ്റ്? അതുപോലൊരു ദിവസം തന്നെയായിരുന്നു ശരിക്കും എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐഷു വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ നല്ല ചൂടും രാവിലെ മുതൽ ഒരേ ഡ്രസ്സും ആയതുകൊണ്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരേ ഡ്രസ്സിൽ ഒരുപാട് റീൽസ് എടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് ബോറായിട്ട് തോന്നുമല്ലോ. സോ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ അനാഥമായിട്ടിരുന്ന് എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥിരം പ്ലേസ് ആട്ടോ ഇത്. പിന്നെ ഈ ഫോട്ടോഷൂട്ടിന്റെ ഹൈലൈറ്റ് എൻ്റെ കസിൻ്റെ ഒരൊറ്റ ഫോണ് 2% ചാർജൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൂട്ടത്തിലെ ഫോട്ടോ ക്ലാരിറ്റി ആ ഫോണിനായതുകൊണ്ട് എല്ലാവർക്കും ആ ഫോണിലെടുത്ത ഫോട്ടോ തന്നെ വേണം. എല്ലാവരും ഫോട്ടോ എടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇരുന്ന് എടുത്ത ഫോട്ടോസൊക്കെ നോക്കി അതൊക്കെ എഡിറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴത്തേക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഞാനും കസിനും സ്കൂട്ടറിൽ പോയി, ബാക്കി എല്ലാവരും കാറിൽ വന്നു. ഹെൽമെറ്റൊക്കെ വെച്ചപ്പോൾ എന്തോ എനിക്ക് നന്നായിട്ട് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പല ആംഗിളിൽ വെച്ച് ഞാൻ വീഡിയോ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാവരുടെ അടുത്തും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെടുത്തത് വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വല്യമ്മയുടെ വീട്ടിലെത്തി. കാറിൽ വല്യമ്മയൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈദ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.